വെൽക്കം ബാക്ക്. പരസ്യപ്പോരിനൊടുവിൽ മുസ്ലിം ലീഗിന് വഴങ്ങി സമസ്ത. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും ഖേദം പ്രകടിപ്പിച്ചു. സാമുദായിക സംഘടനാ രംഗത്തെ ഐക്യത്തിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സമവായ നീക്കങ്ങൾക്ക് സമസ്തയിലെ ലീഗ് അനുകൂലികളും പിന്തുണയറിയിച്ചു. സാമുദായിക രംഗത്തും സംഘടനാ രംഗത്തും ഐക്യത്തിനും യോജിച്ച മുന്നോട്ട് പോക്കിനും എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്ന് പാണക്കാട് ചർച്ചയിൽ പങ്കെടുത്ത ഉമർ ഫൈസി മുക്കം, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിക്കുന്നു. സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമം തുടർന്നു വരികയാണ്. തങ്ങൾക്ക് വേദന ഉണ്ടാക്കുകയും അതിന് ചില പ്രസംഗങ്ങൾ കാരണമാവുകയും ചെയ്തതിൽ ഖേദം രേഖപ്പെടുത്തുന്നു. തർക്കങ്ങൾക്കിടെ AP വിഭാഗം സുന്നികളുടെ ആസ്ഥാനമായ നോളജ് സിറ്റിയിൽ സാദിഖ് അലി തങ്ങൾ സന്ദർശനം നടത്തിയതും ചർച്ചയായിട്ടുണ്ട്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, ഖേദം അറിയിച്ചേ പറ്റൂ എന്ന നിലപാട് ലീഗ് എടുക്കുമ്പോൾ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നുവല്ലേ സമസ്തയ്ക്ക്? തീർച്ചയായിട്ടും സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള വിഭാഗം എന്നറിയപ്പെടുന്നവർ, ഷജറകൾ എന്നറിയപ്പെടുന്നവർ പൂർണ്ണമായും ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാണക്കാടെത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള സമവായ ചർച്ചയുടെ ഭാഗമായിട്ടാണ് പരസ്യമായി ഖേദപ്രകടനം നടത്തണമെന്ന് പറഞ്ഞത്. മലപ്പുറത്ത് വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ ഖേദപ്രകടനം മാത്രം നടത്തിയില്ല, മറ്റു കാര്യങ്ങളിലൊക്കെ അകൽച്ച ഒഴിവായി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് പോരാ, ഖേദപ്രകടനം വേണം എന്ന് ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ അവർ വാർത്താക്കുറിപ്പ് ഇറക്കി. മാത്രവുമല്ല, അത് ശബ്ദ സന്ദേശമായി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ആവശ്യത്തിന് പൂർണ്ണമായും ലീഗ് വിരുദ്ധ വിഭാഗം വഴങ്ങിയിരിക്കുന്നു. അത് ഒരു വിട്ടുവീഴ്ച നടത്തിയതാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ആ വിട്ടുവീഴ്ച സംഘടനയുടെ ഐക്യത്തിനും മുന്നോട്ടുള്ള പോക്കിനും വേണ്ടിയാണ് എന്ന് നേതാക്കന്മാർ പറയുന്നു. അതോടൊപ്പം ഈ ഐക്യ ശ്രമങ്ങളെ ലീഗ് അനുകൂലികൾ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ സമസ്തയുമായി ലീഗ് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലാണ് കാന്തപുരം അബീബക്കർ മുസ്ലിയാരുടെ ആസ്ഥാനമായിട്ട് നോളജ് സിറ്റിയിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സന്ദർശനം നടത്തുകയും അവിടെ കാന്തപുരത്തിൻ്റെ മകനായിട്ടുള്ള അസ്കരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.